ക്രിസ്തുവിനും സ്നേഹമുള്ള ശുചിവെച്ച സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദര സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹം യാചിച്ചുകൊണ്ട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ നിയോഗം സമർപ്പിക്കുന്ന കളത്തിൽ റോസി, ജോയി, റോജിഷ്, ലൂക്ക, ഡിംപിൾ എന്നിവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഇവിടെ നിയോഗത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അറക്കൽ ചീക്കു, ഫ്രാൻസിസ്, ക്ലീറ്റസ്, മേരി എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. നമ്മളെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കുറച്ചേറെ ദിവസങ്ങളായിട്ട്
അമ്മയുടെ ജപമാല മാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇതാ നിൻ്റെ അമ്മ എന്ന് ഈശോനാഥൻ യോഹന്നാനെ നോക്കി, ഇതാ നിൻ്റെ മകൻ എന്ന് പരിശുദ്ധ അമ്മയോട് യോഹന്നാനെ കുറിച്ച് പറയുന്ന വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഇപ്പോൾ ഇവർ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഈശോനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് ഈ ഒരു വചനം അരുളി ചെയ്യുന്നത്. നമ്മൾ പരിശുദ്ധ അമ്മയോട് അടുത്തിരുന്നാൽ മാത്രമേ ഈശോയ്ക്ക് നമ്മളെ നോക്കിയിട്ടും ഇതാ നിൻ്റെ അമ്മ എന്ന് മാതാവിനെ ചൂണ്ടിക്കാണിച്ച് പറയാനായിട്ട് സാധിക്കൂ. നമ്മളെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇതാ നിൻ്റെ മകൻ മകളെന്ന് ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പറയാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഈ അമ്മയെ നമുക്ക് കാണിച്ചു തന്നതിന് ശേഷം യോഹന്നാൻ ചെയ്തതുപോലെ അവളെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്ന് പറയുന്നത്, ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ളതിന് വീട്ടിൽ ഭവനത്തിൽ സ്വീകരിച്ചു എന്നും ചില സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം അമ്മയോട് ചേർന്നിരിക്കണം. ഈ ഒരു ജപമാല മാസം തിരുസഭ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അമ്മയോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പല ദിവസങ്ങളിലൊക്കെ നമ്മൾ കുടുംബ പ്രാർത്ഥനകളൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്കറിയാം, ചില തിരക്കുള്ള പേരിൽ കുടുംബ പ്രാർത്ഥന മുടക്കുന്ന ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും. എങ്കിലും ഈ ഒരു ജപമാല മാസം ആരും കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. അപ്പോൾ കൂടുതൽ ദൈവത്തോട് പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെയും പരിശുദ്ധ സുധനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എപ്പോഴും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോനാഥൻ പരിശുദ്ധ അമ്മയെ നമുക്ക് തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം അതുണ്ടാക്കുന്നുണ്ട്. കാരണം വചനത്തിൽ എവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടോ അവിടെയൊക്കെ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഏറ്റവും ആദ്യം എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ചെല്ലുന്ന ഒരു സംഭവം നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മൾ കാണുന്നു പരിശുദ്ധ ആത്മാവ് എലിസബത്തിൻ്റെ ഭവനത്തിൽ അവരുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിലൊക്കെ നിറയുന്നു. നമുക്കും പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഒരു പുൽത്തൊഴുത്തിലാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കാണുന്നത്. അവിടെ ആർക്കും വേണ്ടാത്തൊരു സ്ഥലം, വെറുപ്പുളവാക്കുന്ന സ്ഥലം. പക്ഷേ മാലാഖമാർ പോലും വളരെ സന്തോഷത്തോടെ കടന്നു വരുന്ന കാലിത്തൊഴുത്തായിട്ട് അത് മാറുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോടു കൂടിയാണ്. ഇനി നമ്മൾ കാനായിലെ കല്യാണം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെയും അങ്ങനെ തന്നെ ഒരു വലിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇടവന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. അപ്പോൾ ഇതാ നിൻ്റെ അമ്മ എന്ന ഈശോനാഥൻ ഈ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളോട് പറയുമ്പോൾ നമ്മൾ യോഹന്നാൻ ചെയ്തതുപോലെ അമ്മയുടെ അടുത്തേക്ക് വരാനായിട്ട് നോക്കുക, അമ്മയെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ സ്വീകരിക്കാനായിട്ട് നോക്കുക. ഈ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം ഈ ദിവ്യബലിയിലൂടെ, ജപമാല പ്രാർത്ഥനയിലൂടെയൊക്കെ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യബലിയിൽ നമുക്ക് പങ്കുചേരാം. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ അനുതാപകരണത്തിലൂടെ കർത്താവിനോട് നമുക്ക് പാപപ്പൊറുതി യാചിക്കാം. അതുപോലെ സഹോദരങ്ങളോട് ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും കടങ്ങളും പൊറുക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഈ ബലി യോഗ്യതയോടെ അർപ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും എനിക്ക് പറയുന്നു, എൻ്റെ എൻ്റെ വലിയ പിഴ ആകയാൽ ഉദ്യോഗനികളായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Yeah.
കർത്താവേ, നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ ആദരപൂർവകമായ മാധ്യസ്ഥ്യം ഞങ്ങളെ സഹായിക്കുകയും സകല അപകടങ്ങളിൽ നിന്ന് വിമുക്തരായി അങ്ങേ സമാധാനത്തിൽ സന്തോഷിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന.
അക്കാലത്ത് ചില ഫരിസേയർ വന്ന് യേശുവിനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുക, ഹെരോദസ് നിന്നെ കൊല്ലാനിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുന്നു, ഞാൻ ഇന്നും നാളെയും പിശാചുകളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ജെറൂസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല. ജെറൂസലേം, ജെറൂസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവരെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. കർത്താവിന്റെ സുവിശേഷം. സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഈ നിമിഷം നമുക്ക് ബലിവേദിയിൽ ഓർക്കാം. കർത്താവേ, യാചിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കാഴ്ച Nice.
സഹോദരരെ, ഞങ്ങളുടെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, താഴ്മയോടെ കേണപേക്ഷിച്ചുകൊണ്ട് അനുരഞ്ജനത്തിന്റെയും സ്തുതിയുടെയും കാണിക്കകൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃക പിൻചെന്നുകൊണ്ട് അങ്ങേക്ക് പ്രീതികരമായ വിശുദ്ധ ബലിവസ്തുവായി ഞങ്ങളെ തന്നെ കാഴ്ചവെക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയുക്തവും രക്ഷയുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താമാമലവേദിയിൽ മനുഷ്യർ പാപങ്ങളെങ്കി മരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്തു മേവിടുമീ ജനം മാർത്തഭക്ത്യാ. തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരിൽ ഘോഷിക്കുന്നു. നിൻവരവങ്ങിനെ പ്രത്യാശയോടിവർ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പു. ആകയാലാമോദവായ്പോടെ വാഴുമാ സ്വർഗീയ ഗായകർ മാലാഖമാ, ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകരാം വിരഞ്ഞുമഹി വിടവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ നീ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസൻ ഫ്രാൻസിസ്, ക്ലീറ്റസ്, മേരി എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടെ തുടർന്നായി തീർന്നവരെ അവിടെ ഉത്ഥാനത്തിനും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുമെന്ന് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ദൈവത്തിൻ കുഞ്ഞാടിനാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാവി വിരുന്നിൽ പങ്കുചേരുന്ന നാം അനുഗ്രഹീതർ. ദൈവത്തെ മറന്നേ ജീവിക്കരുതേ, ദൈവമന്റെ ജീവിതത്തിൽ നിന്റെ സർവ്വവും. ദൈവത്തെ കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ, വിശ്വാസത്തിന്റെ ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമന്റെ ജീവിതത്തിൽ നിന്റെ സർവ്വവും. നിന്റെ കുഞ്ഞിക്കരയുടെ മുത്തങ്ങൾ നൽകി ആമാവിന്റെ നിന്നെ കരുതി
മറന്നുപോയോ ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ ദൈവത്തെ ജീവിതത്തിൽ നിന്റെ സർവ്വവും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ പരിഭൂഷിതരായ ഞങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയായ നിർമ്മലമായ ജീവിത ശൈലിയിലൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാനും ഈ അമ്മയുടെ കൂടെ ആത്മാർത്ഥമായ സ്തുതികളാൽ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സ്നേഹപ്രമുഖരെ, ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് ബഹുമാനപ്പെട്ട നോയൽ കുരിശിങ്കൽ അച്ഛനാണ്. അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഗോതിരത്തിൽ സഹവികാരിയായി ഉണ്ടായിരുന്നു. നമുക്ക് സുപരിചിതനാണ്. അച്ഛനിപ്പോൾ കുരിശിക്കൽ പള്ളിയിൽ ലൂർദ്മാതാ പള്ളിയിലെ വികാരിയായിട്ട് സേവനം ചെയ്യാൻ എൻ്റെ വികാരി അച്ഛനാണ്. ബഹുമാനപ്പെട്ട
നോയിലച്ചൻ. ഇന്ന് ഒരു വിവാഹത്തിൻ്റെ കുർബാനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദൈവാലയത്തിൽ വന്നതാണ്. അപ്പം ഞാൻ സ്നേഹത്തോടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുർബാന നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സ്നേഹത്തോടെയുള്ള ക്ഷണവചനം സ്വീകരിച്ച് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുകയായിരുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഇടവകയുടെ പേരിൽ അച്ഛനെ നന്ദി അർപ്പിക്കുകയും വിശുദ്ധ കുരിശിൻ്റെ പ്രത്യേക സംരക്ഷണം അച്ഛന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഉള്ള തൊഴിൽ മേഖലകളെയും മക്കളുടെ പഠന മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. കർത്താവിന്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജപമാല ചൊല്ലാനുള്ള കുറവ് യൂണിറ്റാണ് നമ്മൾ അതിനായിട്ട് ഒരുക്കുന്നത്. Amen.
Lord,
രോഗികളുടെ ആശ്രയവും പീഡിതരുടെ സന്നിധവുമായ പരിശുദ്ധ മറിയമേ, പലവിധ രോഗങ്ങളാൽ കഴിയുന്നവരെയും ജീവിത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കോവിഡ് മഹാമാരിയുടെ വിധത്തിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ സഹിച്ച് ഭവനങ്ങളിലും ആശുപത്രികളിലും ആയിരിക്കുന്നവരെയും ആദ്യ സേവകരെയും സമർപ്പിക്കുന്നു. അമ്മയുടെ മനസ്സിലാൽ ഇവർക്ക് ആശ്വാസവും ശക്തിയും ലഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Suddenly,
വിസ്മയാപകമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുവാനും അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പാം, മുട്ടുകൾ ദിവ്യകാരുണ്യേശ്വരുടെ മുമ്പിൽ മടങ്ങട്ടെ. കുരിശിൽ കിടന്ന് പരിശുദ്ധ അമ്മയെ നമുക്ക് ഏൽപ്പിച്ചു തന്ന ഈശോയുടെ മക്കളിലേക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അനുഗ്രഹത്തിനായി നമ്മുടെ ശിരസ് നമിക്കുന്നത്.
ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച എല്ലാ നിയോഗങ്ങളും അമ്മ ഈശോയുടെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളായി വാങ്ങിത്തരുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ഈ ജപമാല മാസത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന പ്രത്യേക നിയോഗങ്ങളും 10 ദിവസത്തിൽ കൊണ്ടുവരിക ഉടങ്ങാതെ പങ്കെടുത്ത് നമ്മൾ ചോദിക്കുന്ന 3 പ്രത്യേക നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിന്റെ ദാസന്റെ വചനം പോലെ നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശു മരണവും ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഒരുമിച്ച് ഈശോയ്ക്ക് സ്തുതി പറയാം, പരസ്പരം സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ജപമാലയ്ക്ക് ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത് 11ാം യൂണിറ്റും 12ാം യൂണിറ്റും ചേർന്നാണ്. വളരെ നന്നായി ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ 2 കുടുംബ യൂണിറ്റുകൾക്കും അവരുടെ ഭാരവാഹികൾക്കും കുടുംബ യൂണിറ്റ് അംഗങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നാളെ ദിവ്യബലിക്കും ജപമാലയ്ക്കും നേതൃത്വം നൽകേണ്ടത് 13, 14 കുടുംബ യൂണിറ്റുകൾ ചേർന്നാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് സമാപന ഗാനത്തിനായി എഴുന്നേറ്റ് നിൽക്കാം. Ma